ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കോഴിക്കോടൊന്ന് കറങ്ങാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ കോളേജ് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മളിത് അങ്ങാടിപ്പുറത്തുനിന്ന് ബസ് കയറി കോഴിക്കോട് എത്തി. ഒരു അവിൽ മിൽക്ക് വളരെ വിശപ്പോട് കൂടി മേടിച്ചെങ്കിലും അത് വലിയ ഗുണമില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നേ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോക്കാണ് പോയത്. കോഴിക്കോടത്തെ ഓട്ടോ ചേട്ടന്മാരെ പറ്റിയിട്ട് ഭയങ്കര പേരാണല്ലോ അല്ലേ. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്. അവിടുന്ന് ഒരു 2-3 തവണ നമ്മൾ ഓട്ടോ വിളിച്ചപ്പോഴും വളരെ കൃത്യമായിട്ട് അവർ കൂടുതൽ പൈസ ഒന്നും മേടിക്കാതെ തന്നെ കൊണ്ടുവിട്ട് തന്നു കേട്ടോ. അപ്പോൾ ദേ മാനാഞ്ചിറ വഴി നമ്മൾ SM സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. SM സ്ട്രീറ്റ് അതായത് പഴയ മിഠായി തെരുവ് അല്ലേ. അപ്പോൾ നമ്മൾ ദേ മിഠായി തെരുവിലെത്തി. കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു യാത്രയായിരുന്നു ഇത്. പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു, അതും ഞായറാഴ്ച. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ പോയ എല്ലാ സ്ഥലങ്ങളിലും. കൂടാതെ ഇപ്പോൾ SM സ്ട്രീറ്റിൽ കണ്ടില്ലേ, വഴിയോര കച്ചവടങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഓഫർ സെയിലുകൾ ഉണ്ടായിരുന്നു, അതിന് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങിത്തിരിഞ്ഞു, ചെറുതായൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്നു. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു SM സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ. ഇടയിലൊന്ന് മഴ ചാറുകയും ചെയ്തു. അപ്പം അങ്ങനെ SM സ്ട്രീറ്റിലൂടെ നമ്മൾ നടക്കുന്നു. കണ്ടോ, നല്ല തിരക്കാണ്. ഈ തിരക്കിൻ്റെ ഇടയിലേക്കൂടെ പോയി ഷോപ്പ് ചെയ്യുന്നത് വേറെ രസമുള്ള പരിപാടിയാണ് അല്ലേ. അപ്പോൾ അതെ, ഈ ലേഡീസ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് അടിപൊളിയാണ്. ട്രെൻഡി ആയിട്ടുള്ള ലേഡീസ് ഡ്രസ്സസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ കടയിൽ. നമ്മളവിടെ കയറി 1-2 ടോപ്പുകളൊക്കെ എടുത്തു. ഒരു മിനിമം റേഞ്ചിലൊക്കെ നമുക്കിത് കിട്ടുകയും ചെയ്ത്. പുറത്തത്തെ വിലയൊന്നുമില്ല, അവരത് ഹോൾസെയിലായിട്ട് കൊണ്ടുവരുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മിനിമൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതേ നല്ല കളക്ഷൻ ഉണ്ട് അവിടെ, ലേഡീസ് വേൾഡ്. അതേപോലെ തന്നെ ആ ലേഡീസ് വേൾഡിൻ്റെ തൊട്ട് ഒരു ഷോപ്പുണ്ട്, ഒരു ബാഗിൻ്റെ ഷോപ്പാണ്. 200 രൂപയുടെ പല വെറൈറ്റീസ് ഓഫ് ബാഗുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ വെറൈറ്റീസ്, ഭയങ്കരമായിട്ട് വെറൈറ്റീസ്, ഏതെടുത്താലും 200 രൂപയാണ്. അപ്പോൾ നമ്മളതേ അതിലൊക്കെ കയറി എല്ലാം ഒന്ന് തപ്പിയെടുത്തു. അതിന് 2 ബാഗ് ഞങ്ങൾ ഒരേപോലെയൊക്കെ മേടിച്ചു കേട്ടോ. അതൊക്കെ ഒരു രസമല്ലേ അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഇറങ്ങി. പിന്നെ കണ്ടതാണ് ഇതേ വാച്ചിൻ്റെ. ഇതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലേക്കായിട്ടുള്ള കച്ചവടങ്ങളായിരുന്നു കേട്ടോ. ഈ വാച്ചുകൾക്കൊക്കെ 200, 250, മാക്സിമം 300 രൂപയൊക്കെ ഉള്ളൂ. അത് പലതരം നല്ല ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് തന്നതാണ്. പിന്നെ നമ്മൾ കണ്ട ഒരു ഷോപ്പായിരുന്നു ഇത് 1 gram ആയിട്ട് ഗോൾഡ് കവറിങ് വരുന്ന ഓർണമെൻറ്റ്സ് ആണ്. ഇത് എല്ലായിടത്തും ഇപ്പം ഇങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നല്ലോണം അവരുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റും കൂടി അവർക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് വില കുറവായിട്ട് തോന്നി. പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കയറിയത് ശങ്കരൻ ബേക്കറിയിലാണ്. മിഠായി തെരുവിലെ ഒരു ഏറ്റവും പഴയ കടകളിൽ ഒന്നാണ് ഈ ശങ്കരൻ ബേക്കറി. അവിടെ നിന്ന് ഹൽവയും അതേപോലെ ഒരു ബീഫ് ഹൽവയുണ്ട്. അത് പോകുന്നവരൊക്കെ മേടിച്ചോളുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സാധനമാണ്, തേങ്ങയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വിടുന്ന രീതിയിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നോ ഡൗട്ട് റഹ്മത്തായിരുന്നു. അങ്ങനെ റഹ്മത്തിലെ ബിരിയാണി പോയി കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ അല്ലേ. പക്ഷേ അവർ പറഞ്ഞത് ഇന്നവിടെ പെരുന്നാളിൻ്റെ തലേ ദിവസം ആയതുകൊണ്ട് തിരക്ക് കുറവാണെന്നൊക്കെ ആണെങ്കിലും നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ കയറി ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും മേടിച്ചു. ബീഫ് ബിരിയാണിക്ക് വില കുറവാണ്, 145 രൂപയാണെങ്കിൽ പോലും ബീഫ് ബിരിയാണിയാണ് അവിടുത്തെ ഏറ്റവും അടിപൊളി കേട്ടോ. നമുക്ക് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ബീഫ് ബിരിയാണി തന്നെയാണ്. ചിക്കൻ ബിരിയാണി മോശമൊന്നുമില്ല, എന്താ പറയുക, നൈസ് ഫ്ലേവറാണ്, അധികം കുത്തലൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടമായത് ബീഫ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വയറ് ഫുള്ളായി നമ്മൾ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ് കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നമ്മൾ നേരെ ബീച്ചിലെത്തിയപ്പോൾ നല്ല വെയിലില്ലായിരുന്നു. ഉച്ച ടൈം ആയാൽ പോലും മഴ മൂടി നിൽക്കുന്നത് കൊണ്ട് ഉള്ളൊരു നല്ല കാലാവസ്ഥ, അതുകൊണ്ട് വല്ലാത്ത പ്രശ്നമില്ലായിരുന്നു. നമ്മളാകെ മൊത്തം ബീച്ചിലൊക്കെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ബീച്ചിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സൺഡേ ഒക്കെ അല്ലേ,
ഇപ്പം എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങും അല്ലേ. കൊറോണയ്ക്ക് ശേഷം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു വലിയ മാറ്റം അതാണ്. അത്യാവശ്യം എല്ലാവരും പുറത്തിറങ്ങാനും ചുറ്റിത്തിരിയാനും ഒക്കെ സമയം കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു. വലിയൊരു കാര്യമാണത്. വീട്ടിൽ തന്നെ എന്താ പറയുക, ടൈം പോയവർക്കൊക്കെ അത് ഭയങ്കര ഒരു റിലാക്സാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് തന്നെ കോളേജ് ടൈം മുതലുള്ള ഫ്രണ്ട്സാണ് ഞങ്ങൾ. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ പലതും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഫാമിലി ഒന്നുമില്ലാതെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ ടെൻഷൻസും ഒഴിവാക്കി നമ്മളിതേ ഇങ്ങനെ നമ്മുടെ മാത്രം ലോകത്ത് കുറേ കഥയൊക്കെ പറഞ്ഞിരിക്കില്ലേ, അങ്ങനെ പോകാനുള്ളൊരു യാത്രയായിരുന്നു ഇത്. ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞങ്ങളുടേതായ സന്തോഷങ്ങളും ഞങ്ങളുടേതായ പൊട്ടത്തരങ്ങളും ഒക്കെ പാടായിട്ട് ഞങ്ങൾ ആ ഒരു ദിവസം അടിച്ചു പൊളിച്ചു കേട്ടോ. ഭയങ്കര റിലാക്സ്ഡായി അത് കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഒന്ന് ടൈം കണ്ടെത്താവുന്നതാണ്. നമ്മുടെ എന്താ പറയുക, ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് സ്ട്രെസ്സ് മാറിക്കിട്ടാൻ നല്ലൊരു വഴിയാണ് ഇതൊക്കെ കേട്ടോ. ഞാനൊരു കാര്യം ചെയ്ത് കാണിച്ചിട്ടല്ല ഇത് നല്ലതാന്ന് പറഞ്ഞ് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതേ നമ്മൾ ബീച്ച് സൈഡിലിരുന്ന് കടല കുറിച്ചതിൻ്റെ ഭംഗിയാണ് കണ്ടത്. പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ തിരകളിലൊക്കെ ഇറങ്ങി കളിച്ച് വെള്ളം നനഞ്ഞ് അത്യാവശ്യം നനഞ്ഞു മണലിൽ കുളിച്ചിട്ടൊക്കെയാണ് ഇങ്ങ് പോകുന്നത്. അങ്ങനെ ദേ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. നമ്മൾ അവിടുത്തെ ഒരു ചേട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചിരുന്നു കേട്ടോ. 40 രൂപയാണ് ഒരു കോപ്പിക്ക്. പക്ഷെ നമ്മൾ എന്താ പറയുക, അവരോട് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കണം തോന്നുന്നു. ഞങ്ങൾ പറയാതെ തന്നെ അദ്ദേഹം 3 ഫോട്ടോ ഒക്കെ എടുപ്പിച്ചു ഞങ്ങളെ. അപ്പോൾ അതേ നല്ല തിരയുണ്ടായിരുന്നു കേട്ടോ. മഴയൊരു സമയമായതുകൊണ്ടായിരിക്കാം. പിന്നെ നിങ്ങളിങ്ങനെ പട്ടം പറപ്പിച്ചിട്ടുണ്ടോ ബീച്ചിലൊക്കെ പോയിട്ട്? ഞാനിതൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഇത് നടന്നിട്ടില്ല. എന്താണാവോ കേട്ടോ. അങ്ങനെ കുറേ പേര് അവിടെ പട്ടം പറപ്പിച്ചിരുന്നു. അതേ അങ്ങനെ നമ്മൾ ബീച്ച് സൈഡിലൂടെ കുറച്ച് നേരം കൂടിയൊക്കെ നടന്നു. പിന്നെ വല്ലാതെ ലേറ്റ് ആവാൻ നിൽക്കാതെ നമ്മൾ തിരിച്ചു പോരാൻ നോക്കി കേട്ടോ. കാരണം ലേറ്റായി നമുക്ക് 2 പേർക്കും വീട്ടിലെത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അതിനെല്ലാം ഇറങ്ങിയത്. അതേ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ചു. അതൊക്കെ കഴിഞ്ഞ് പതുക്കെ നടന്നിങ്ങനെ പോരുമ്പോഴാണ് നമ്മളിത് കണ്ടത് ഉപ്പിലിട്ടത്. ബീച്ചിലൊക്കെ പോയി ഒരു ഉപ്പിലിട്ടത് കഴിക്കാതെ എങ്ങനെ തിരിച്ചു പോരുക അല്ലേ. സംഭവം ഞാനിതിൻ്റെ വലിയ ഫാനൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതൊരു രസമല്ലേ. ഇത് ഞങ്ങളവിടുന്ന് ഒരു നെല്ലിക്ക ഉപ്പിലിട്ടതാണ് എടുത്തത്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് അല്ലേ. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയ വഴികളാണ്. അപ്പോൾ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന വഴി ഒരു ഓട്ടോ പിടിച്ച് തന്നെ പോകുന്ന ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നതിന് മുൻപ് സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായിട്ട് നമ്മളിങ്ങനെ ബുക്സ് സെയിൽ ചെയ്യുന്നത് കണ്ടു. റോഡ് സൈഡിൽ തന്നെ ആയിട്ടാണ്. അപ്പോൾ പഴയ ബുക്സിനൊക്കെ നല്ല ഓഫർ ഉണ്ട് അവിടെ. പുതിയ ബുക്സിൻ്റെയും എല്ലാ കളക്ഷൻസും ഉണ്ട്. ഇംഗ്ലീഷ് പഴയ ബുക്സൊക്കെ ഫിക്ഷൻ ടൈപ്പ് ബുക്സിനൊക്കെ നല്ല വിലക്കുറവുണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു, 1-2 ബുക്സൊക്കെ മേടിച്ചു. അങ്ങനെ പതുക്കെ തിരിച്ചു പോന്നു. ദേ നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒരു ദിവസത്തെ ഫുൾ ക്ഷീണവും മുഖത്തുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് പെരിന്തൽമണ്ണയ്ക്ക് തന്നെ ബസ് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇങ്ങനെ പെരുന്നാളിൻ്റെ ഒക്കെ ഒരു ഇതായതുകൊണ്ടായിരിക്കും. അങ്ങനെ ദേ അങ്ങാടിപ്പുറത്ത് ബസ് ഇറങ്ങി കാസാമിയിൽ കയറി ചെറുതായിട്ടൊരു മിൻറ്റ് ലൈമൊക്കെ നടിച്ചു. മിൻറ്റ് ലൈമ് ഭയങ്കര രസമല്ലേ റിഫ്രഷ്മെൻറ്റിന്. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതാ ടാറ്റാ ബൈ ബൈ പറഞ്ഞിട്ട് വളാഞ്ചേരിയിലേക്കുള്ള ബസ് കയറി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു ദിവസം ഏറ്റവും മനോഹരമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തീർക്കാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ബൈ ബൈ, താങ്ക് യു.